ഹായ്, പെറ്റാന്തറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എവിയോണിൻ്റെ റിസൾട്ട്, നമ്മൾ എവിയോൺ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. അതായത് നമ്മുടെ റിസൾട്ട് ഇല്ലാത്ത എഗ്ഗ് ചെയ്ത റിസൾട്ട് ഇല്ലാത്ത ബേഡ് റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ എവിയോൺ കൊടുത്തത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എവിയോൺ ഒരു പ്രാവശ്യം കൊടുത്തിട്ടും റിസൾട്ട് ഇല്ലാത്തതും പിന്നെ നമ്മൾ എഗ്ഗ് ഇടാത്തതിനും എവിയോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ എവിയോൺ കൊടുത്തിട്ട് എഗ്ഗ് ചെയ്യാത്തതുമായ ബേഡുകളുണ്ടാവുമല്ലോ. ഒരു തവണ എവിയോൺ കൊടുത്തു എന്നിട്ടും എഗ്ഗ് ചെയ്യാത്ത ബേഡുകളും അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാത്ത ബേഡുകൾക്കും നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാകുമോ അല്ലെങ്കിൽ എഗ്ഗ് ചെയ്യുമോ, അതല്ലെങ്കിൽ ഇനി ആ ബേഡിൽ ഒരിക്കലും റിസൾട്ട് ഉണ്ടാകില്ലേ, അത് എഗ്ഗ് ചെയ്യില്ലേ എന്നുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്കിത് ഓരോ ബ്രീഡർമാരിൽ നിന്ന് പറഞ്ഞു കിട്ടിയ അറിവാണ്. നമ്മുടെ ലോഫ്റ്റ് ഇതിൽ സംഭവിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലം വന്നു, അതായത് എവിയും കൊടുത്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നൊന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പത്തെ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പോയി കാണാം. എവിയോണിൻ്റെ വീഡിയോ നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എവിയോണിൻ്റെ വീഡിയോ പോയി കാണാം, എങ്ങനെ കൊടുക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്തൊക്കെ ടിപ്സാണ് ഇനി ഉപയോഗിക്കേണ്ടത്, അതായത് റിസൾട്ട് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അപ്പോൾ രണ്ട് കേസുകൾക്ക് വേണ്ടിയാണ് നമ്മൾ എവിയോൺ കൊടുത്തത്. ഒന്ന് റിസൾട്ട് ഇല്ലാത്തതിൽ റിസൾട്ട് ഉണ്ടാക്കാനും, രണ്ട് എഗ്ഗ് ചെയ്യാത്ത പേരുകൾ എഗ്ഗ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ എവിയോൺ കൊടുത്തത്. ഫസ്റ്റ് ഞാൻ റിസൾട്ട്, നമ്മൾ ഒരു തവണ എവിയോൺ കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടായില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് എഗ്ഗ് ചെയ്യാത്ത ബേഡിന് എവിയോൺ കൊടുത്തിട്ട് എഗ്ഗ് ചെയ്തില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുകൂടി പറയാം. ഫസ്റ്റ് റിസൾട്ട് ഇല്ലാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എല്ലാ സ്റ്റെപ്പും, അതായത് എവിയോൺ കൊടുക്കുന്നതിന് മുമ്പ് റിസൾട്ട് ഇല്ലാത്ത ബേഡുകൾക്ക് നമ്മൾ പറഞ്ഞ ഡീവോമിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗിറ്റ്, അതുപോലെ എക്സ്ട്രാ കൊടുക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റുകൾ, പിന്നെ ടോണിക്കുകൾ, ലിവർ ടോണിക്കുകൾ, അങ്ങനെയുള്ള പിന്നെ നമ്മുടെ വിമറാളുണ്ട്, പ്രൊല്യൂ ടോട്ടൽ, അങ്ങനത്തെ ഉള്ള ടോണിക്കുകളും കുറച്ച് നമ്മൾ ഡെയിലി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്ത് നോക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ എവിയോൺ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞതാണ് സീക്കോഡ്, മീൻ ഗുളിക, അതും കൂടി ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അതും ഒരു 3 ദിവസം ഇടവിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ എവിയോൺ വീണ്ടും ഒരു 10 ദിവസം ബേഡുകളുടെ ഡിഫറെൻറ്റ് കൂടുകളിലിട്ട് ഒന്ന് കൊടുത്തു നോക്കുക. ഒന്നും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൂടുകളിലിട്ട് എവിയോൺ കൊടുക്കുക, 10 ദിവസം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ബെയർ ഒഴിച്ച് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ എവിയോൺ കൊടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, ടെയിലുള്ള ബേഡുകളാണെങ്കിൽ, ഹെവി സൈസ് ടെയിലും ബൂട്ടൊക്കെ ഉള്ള ബേഡുകളാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് അതിൻ്റെ മെയ്റ്റിങ് ക്രോസിങ് കറക്റ്റ് ആവാൻ വേണ്ടി ബൂട്ടിന് ചിലപ്പോൾ ഫീമെയിലിൻ്റെ മേളിൽ കയറുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് മെയ്റ്റിങ് കിട്ടാൻ ചാൻസ് ഇല്ല. രണ്ടാമത്തെ കേസ് ടെയിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ്. അപ്പോൾ ടെയിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ഒന്ന് ഉറപ്പാക്കുക. മെയിലിന് ഫീമെയിലിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ടെയിലുള്ള ബേഡുകളിൽ ബൂട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ മെയിലിൻ്റെ കൊടുത്താൽ മാത്രം മതിയാകും. ഫീമെയിലിൻ്റെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. വേറൊരു മെയിൻ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ചിലരുടെ കേജിങ്ങിൻ്റെ കുഴപ്പവും റിസൾട്ടിനെ ബാധിക്കാറുണ്ട്. അതായത് ഒട്ടും സ്ട്രോങ് അല്ല, ചില മെഷ് കൂടുകൾ, അതായത് ക്രോസിങ് ടൈമിൽ, ബേഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ജെർക്കിങ് ഉണ്ടാവുക, കുലുക്കം വന്ന കേജുകളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ റിസൾട്ടിനെ ബാധിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ റിസൾട്ട് ഇല്ലാത്ത ബേഡിന് അതുകൊണ്ടാണോ എന്ന് ചെക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ഫ്ലോറുള്ള ഒരു കേജിലേക്ക് ഇട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് ബേഡിനെ അഴിച്ചു വിടുന്നത് നല്ലതാണ്. ഒരു വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴും ഫുൾ ടൈം കേജിലിട്ട് വളർത്തുന്ന ബേഡാണെങ്കിൽ അഴിച്ചു വിടുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് വീണ്ടും ഒരു 10 ദിവസം കൂടി നമ്മുടെ എവിയോൺ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രൊല്യൂ ടോട്ടൽ, വിമറാൾ, അങ്ങനത്തെ കാൽസ്യം ടോണിക്കുകളും വിറ്റാമിൻ ടോണിക്കുകളൊക്കെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ സീക്കോഡ് ഒരു 3 ദിവസം ഇടപെട്ട് സീക്കോഡ് കൂടി കൊടുക്കുക. മീൻ ഗുളിക എന്ന് പറയുന്ന സീക്കോഡും കൊടുക്കുക. പിന്നെ നമ്മുടെ കേജ് നോക്കുക. പിന്നെ ടെയില്, ബൂട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് അഴിച്ചു വിടുക. ഇത്രയും ചെയ്താൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടി ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയും ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എങ്കിൽ ആ പെയറിനെ ഒന്ന് മാറ്റിയിട്ട് നോക്കുക. 2 പെയറിനെ ഇപ്പം വേറൊരു മെയിലും വേറൊരു ഫീമെയിലും ആയിട്ട് മാറ്റിയിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനേജ് പ്രോബ്ലം ഉണ്ടെങ്കിലും ചിലപ്പോൾ റിസൾട്ടിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
പിന്നെ അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ് ചെയ്യാത്ത ബേഡുകൾക്ക് എവിയം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എഗ്ഗ് ചെയ്യുമോ എന്നൊരു ക്വസ്റ്റ്യനാണ് നിൽക്കുന്നത്, അതായത് ഡൗട്ടാണ് നിൽക്കുന്നത്. എവിയം കൊടുത്തു, എന്നിട്ട് ഒരു തവണ എവിയം കൊടുത്തിട്ടും എഗ്ഗ് ചെയ്യാത്ത ബേഡ് എഗ്ഗ് ചെയ്തില്ല, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മോൾട്ടിങ് കഴിഞ്ഞ ബേഡുകളാണെങ്കിൽ, അതായത് മോൾട്ടിങ് എന്നാണെന്ന് നമുക്കറിയാം, ബേഡുകളുടെ തൂവലുകൾ പോയിട്ട് വേറെ തൂവലുകൾ വരുന്നതിനാണ് മോൾട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ബേഡുകൾ മോൾട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം മുതൽ 3 മാസം വരെ, അല്ലെങ്കിൽ 1.5 മാസം മുതൽ ഒരു 3 മാസം വരെ ചിലപ്പോൾ എഗ്ഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ മോൾട്ടിങ് കഴിഞ്ഞ് ഈ അടുത്തൊന്നും അല്ല കഴിഞ്ഞ് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഗ്രിറ്റ്, മുട്ടത്തൊണ്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എവിയോൺ, അങ്ങനത്തെ വിമറാൾ, അങ്ങനത്തെ കാര്യങ്ങളും സീക്കോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൊടുക്കാം. അതിനുശേഷം ഇതിപ്പോൾ എനിക്കൊരു ബ്രീഡർ പറഞ്ഞു തന്നതാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം വ്യക്തമാകും എന്നറിയില്ല. ബേഡ് നമ്മൾ ഇത്ര ദിവസം കഴിഞ്ഞു, 10 ദിവസം വീണ്ടും എവിയോൺ കൊടുത്തു, ഇത്ര കാര്യങ്ങളൊക്കെ കൊടുത്തു, ഒന്നിച്ച് വീണ്ടും പെയറാക്കി എഗ്ഗ് ചെയ്യേണ്ട ടൈമായി. അതായത് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് എഗ്ഗ് ചെയ്തില്ല എങ്കിൽ ആ ബേഡിന് ഒരു 2 ഡെമ്മി മുട്ട വച്ചു കൊടുക്കുക. അതെങ്ങനെ വച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ പ്രാവ് എഗ്ഗ് ചെയ്യും പോലെ തന്നെ ആദ്യത്തെ ഒരു ദിവസം വൈകുന്നേരം ഒരു 3 മണി 4 മണി സമയത്തിനുള്ളിൽ ഒരു എഗ്ഗ് വച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇടവിട്ട് പിറ്റേ ദിവസം ഉച്ചക്ക് ഒരു ഉച്ചയാകുമ്പോഴേക്കും അടുത്തൊരു എഗ്ഗ് വച്ചെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഡെമ്മി മുട്ടയാണ് വച്ചു കൊടുക്കേണ്ടത്. ഡെമ്മി മുട്ട വച്ചു കൊടുക്കുക. ഡെമ്മി മുട്ട നമുക്ക് അറിയാം, ഒറിജിനൽ മുട്ടയല്ലാത്ത ഡെമ്മി മുട്ട വച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ ആ എഗ്ഗിൽ ആ ബേഡുകൾ അടയിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അടയിരിക്കുന്നുണ്ട് എങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ, അടയിരുന്ന് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വേറെ ബേഡുകളിൽ നിന്ന്, അതായത് റിസൾട്ടുള്ള 2 എഗ്ഗുകൾ എടുക്കുക. വേറെ ഡിഫറെൻ്റായിട്ട് വേറെ അടയിരിക്കുന്ന ബേഡുകളിൽ നിന്ന് ആ 2 എഗ്ഗ് എടുത്തിട്ട് ഈ ബേഡുകൾക്ക് വച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് എത്ര ദിവസം കഴിയുമ്പോൾ, 18 ദിവസം കഴിയുമ്പോൾ ആ എഗ്ഗ് വിരിയുകയും ആ എഗ്ഗ് വിരിഞ്ഞ് ആ കുട്ടികളെ ഇതുങ്ങൾ നോക്കുകയും ചെയ്യും. അങ്ങനെ നോക്കി ആ കുട്ടികൾ വലുതായി തീറ്റെടുക്കുക. അടുത്ത് നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞിറങ്ങി അടുത്തൊരു എഗ്ഗ് ചെയ്യേണ്ട ടൈമില്ലേ, ആ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഈ ബേഡ് അടുത്ത ഈ ബേഡിൻ്റെ തന്നെ എഗ്ഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിട്ടും എഗ്ഗ് ചെയ്തില്ലെങ്കിൽ ആ ബേഡുകൾ പിന്നെ എഗ്ഗ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതിന് വല്ല ഫോസ്റ്റർ പാരൻസ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെയാണ് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ഫോസ്റ്റർ പാരൻസ് ആയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ മെയിലിനെ നമുക്ക് മാറ്റി, ചിലപ്പോൾ ഫീമെയിലിന് മാത്രം കംപ്ലയിൻ്റ് ആയിരിക്കും, അപ്പോൾ മെയിലിനെ മാറ്റി വേണമെങ്കിൽ വേറെ പീരീഡ് അയക്കാം, അതല്ലെങ്കിൽ ഫോസ്റ്റർ പാരൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്ര നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എറണാകുളത്തുള്ള മാക്സിമം എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് സെയിൽ പോസ്റ്റുകളും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ ദെൻ ബൈ.